ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വെൽക്കം വെൽക്കം വെൽക്കം. എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് ശ്രദ്ധിച്ച് ക്ലാസ് കേട്ടിരിക്കുക കേട്ടോ. യെസ്. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ 2025 മുന്നേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തോ? വെരി ഗുഡ്. ഒരുപാട് പേര് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പം പോലും പലരും പറയുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് തളർന്നു പോകാറുണ്ട്, ഡൗൺ ആകാറുണ്ട്. എനിക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് മറികടന്ന് വരാൻ പറ്റുന്നില്ല, ഞാൻ ആകെ വിഷമത്തിലാണ്, കുറേയധികം പ്രശ്നങ്ങളാണ് ലൈഫിൽ, ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. അപ്പോ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ മെന്റലി നല്ല സ്ട്രോങ് ആയിരിക്കണം. പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ടീച്ചർ ഇപ്പൊ എങ്ങനെ എപ്പോഴും ഹൈ എനർജിയിൽ ഇരിക്കുന്നത്, എപ്പോഴും എങ്ങനെ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ പോസിറ്റീവ് ആയിരിക്കുന്നത്? നമുക്ക് ആ ചിരി നമ്മുടെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ നമ്മൾ അത്രയും എന്താ പറയാ, ഉള്ളിൽ അത്രയും നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, ഉള്ളിൽ അത്രയും പോസിറ്റിവിറ്റി ഉണ്ടാകണം, എങ്കിലേ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഹാപ്പിനെസ് വരുള്ളൂ. ഇപ്പൊ ആരോ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ഞാൻ കണ്ടു, ഡാൻസ് കളിക്കണമെന്നുണ്ട് പക്ഷെ മനസ്സിന് ഭയങ്കര ഭാരം, പറ്റുന്നില്ല. കണ്ടോ? അപ്പൊ നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മുടെ ശരീരവും വർക്ക് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ചിലർ എന്ത് ചെയ്യും, അയ്യോ പത്തോ എന്ന് പറഞ്ഞങ്ങ് വീണ് പോകും, പിന്നെ അവിടെ കിടക്കും. നല്ല സുഖം, പായും തലയണക്ക് വിരിച്ച് അവിടെ അങ്ങനെ അങ്ങ് കിടക്കും. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ തിരിച്ചു കയറാം? അപ്പൊ ഈ ചെറിയ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ തളർന്നു പോകാതിരിക്കാം, എങ്ങനെ മെന്റൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാം, മെന്റൽ ടഫ്നെസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യമാണ് ഇന്ന് ടീച്ചർമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകും. ഓക്കെ. അപ്പോ പുതുതായിട്ട് എന്നെ കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്നത് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ സുജാർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. നമ്മുടെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പേഴ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടപ്പുണ്ട്. നിങ്ങൾ അതിലൂടെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും മോട്ടിവേഷനും അതുപോലെ ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ടീച്ചർമ്മ തന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. മെന്റൽ ടഫ്നെസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്തെ പോയിന്റ് എഴുതുക, സ്റ്റോപ്പ് സീക്കിംഗ് സിമ്പതി. മിക്കവരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? ഇങ്ങനെ മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറുപ്പത്തില് ഇപ്പൊ ഒരു 5 വയസ്സുള്ള കുഞ്ഞ് ഒന്ന് ഓടി വന്ന വഴിക്ക് കാല് തെറ്റി വീണു. അപ്പൊ അച്ഛനും അമ്മയും എന്ത് ചെയ്യും? ഓടിച്ചെന്ന് വാരിയെടുത്ത് ഉമ്മ വെക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഉള്ളില് ആ കുട്ടി ഇപ്പോഴും ആക്റ്റീവാണ്. ഇപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ എപ്പോഴും എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ ആ ഒരു സിമ്പതി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, അവരെപ്പോഴും ആൾക്കാരുടെ സിമ്പതി കിട്ടാൻ വേണ്ടി. ഞങ്ങളുടെ ഒരു റിലേറ്റീവ്, ഒരു അമ്മൂമ്മയുണ്ട്, പുള്ളിക്കാരി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിനെപ്പറ്റി തന്നെ. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടും, കെയർ കിട്ടും, എല്ലാവരും വന്ന് കൂടെ നിൽക്കും അല്ലെ. അതുപോലെ ഇങ്ങനെ മറ്റുള്ളവരുടെ സിമ്പതി കിട്ടാൻ വേണ്ടി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. അതായത് എനിക്ക് തലവേദനയാണ് എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് കഷ്ടമൊക്കെ വയ്യല്ലോ, അല്ലെങ്കിൽ എനിക്ക് വയറുവേദന, കാലുവേദന, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ സിമ്പതി സീക്ക് ചെയ്യുന്ന ആ ഒരു സ്വഭാവം പാടെ നമ്മൾ ഒഴിവാക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും നമ്മൾ ഈ ഹെൽത്ത് ബ്ലെസ്സിങ് ആണ് ഇതിനെപ്പറ്റി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വർണ്ണിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പണ്ട് എന്റെ ഒരു സ്വഭാവം അങ്ങനെ ആയിരുന്നു കേട്ടോ. ഞാൻ നെഗറ്റീവ് ആയിരുന്ന സമയത്ത് ആരെ കണ്ടു കഴിഞ്ഞാലും ആ ഒരു സിമ്പതി സീക്കിംഗ് ഒരു ക്യാരക്ടർ എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ആരെങ്കിലും എന്തുണ്ട്, സുഖമാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ സങ്കടത്തിന്റെ ഭാണ്ഡക്കെട്ടുകളും അഴിച്ചിട്ട് അവരോട് എല്ലാം പറയും. കാര്യം എന്താ, എനിക്കൊരു സിമ്പതി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത് കേൾക്കുമ്പോൾ അവർ അയ്യോ കഷ്ടം, പാവം, അതിന്റെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണല്ലോ. ഇങ്ങനെ ആൾക്കാരുടെ ഒരു സിമ്പതി കിട്ടുമ്പോൾ മനസ്സിന് എന്തോ ഒരു ആശ്വാസം. സ്റ്റോപ്പ് ഇറ്റ് ടുഡേ. നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് സിമ്പതി ഒന്നും വേണ്ട. നമ്മൾ മെന്റലി നല്ല സ്ട്രോങ് ആവണം. ഒരു മനുഷ്യരെടുത്തും പോയിട്ട് നമ്മുടെ പ്രോബ്ലംസും സങ്കടങ്ങളും വിഷമങ്ങളും വർണ്ണിക്കാനും വിവരിക്കാനും ഒന്നും പോണ്ട. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ബ്ലെസ്സിങ് വരുമ്പോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഒന്ന് ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളൊരു ദുഃഖാവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിലായിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ വർണ്ണിക്കും. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ വീക്ക് ആക്കും. സ്റ്റോപ്പ് ഷെയറിങ് യുവർ പ്രോബ്ലംസ് വിത്ത് അതേഴ്സ്. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം, സ്റ്റോപ്പ് സെൽഫ് പിറ്റി. അവനവനോട് തന്നെ ഒരു ദയ തോന്നുന്ന ഒരവസ്ഥ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലര് അവനവനെ തന്നെ ബ്ലെയിം ചെയ്യുന്ന ഒരവസ്ഥ. ഓ, എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സാഹചര്യങ്ങൾ. ദൈവം, പിന്നെ ദൈവത്തെ പഴിക്കും. ദൈവം, എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തുള്ള സാഹചര്യങ്ങൾ തന്നെ, എന്റെ ലൈഫിൽ മാത്രം എന്താ ഉയർച്ച ഉണ്ടാകാത്ത അല്ലെ. ഇതിലിരിക്കുന്ന പലരും അങ്ങനെ ചിന്തിക്കാറില്ലേ? ടീച്ചർമ്മയുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ ചിന്തിക്കില്ല, എനിക്കറിയാം. കാര്യം
ഓൾറെഡി നിങ്ങൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല മിടുക്കരായിട്ടിരിക്കുന്നവരാണ്. പുതിയ സ്റ്റുഡൻസ് ഒക്കെ ആദ്യമായിട്ടൊക്കെ ഇത് കേൾക്കുന്നവർ വിചാരിക്കും ശരിയാ ടീച്ചർ എന്നെ ഉദ്ദേശിച്ചാണോ ഈ പറയുന്നത് എന്ന് പലർക്കും തോന്നും. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ, വിക്ടിം മൈൻഡ് സെറ്റിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ നേടാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഈ അവനവനെ പഴിക്കുന്നതും അവനവനോട് നമ്മൾ എല്ലാരെയും മുമ്പിൽ അയ്യോ ഞാനൊരു പാവമാണ്, ഞാനൊരു അശക്തയാണ്, ഞാനൊരു അശക്തനാണ്, എന്നെ കൊണ്ടൊരു കഴിവില്ലേ, ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ വിചാരം ആൾക്കാർ നമ്മളെ കൂടുതൽ പാമ്പർ ചെയ്യും, കൂടുതൽ സ്നേഹം തരും, നമുക്ക് അവരുടെ അറ്റൻഷൻ കിട്ടുമെന്നുള്ള ആ ഒരു സ്വഭാവം നിർത്തും. ബി സ്ട്രോങ്. നമ്മൾ എന്ത് വന്നാലും നല്ല പെർഫെക്റ്റ് മെന്റൽ ടഫ്നെസ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്ത് സിറ്റുവേഷൻ വന്നാലും ഈ ചേമ്പല കണ്ടിട്ടില്ലേ, അതിനകത്തോട്ട് വെള്ളം വീണ് കഴിഞ്ഞാൽ ആ വെള്ളം ഉരുണ്ടിട്ട് അതിന്റെ പാട്ടിൽ പോകും. ചേമ്പലയ്ക്ക് നോ പ്രോബ്ലം. ബാക്കിയുള്ള ഇലകളാണെങ്കിലോ ആ ഇലക്കകത്ത് വെള്ളം വന്ന് വീണ് കഴിഞ്ഞാൽ അതിനകത്ത് പറ്റി പിടിച്ചിരിക്കും അല്ലെ. നമ്മൾ ചേമ്പിലയായി മാറണം. നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നങ്ങളും നമ്മളുടെ മനസ്സിനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുക. എപ്പോഴും പറയുക ഐ ഹാവ് പെർഫെക്റ്റ് മെന്റൽ ടഫ്നെസ്. എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെന്റൽ ടഫ്നെസ് ഉണ്ട്. എന്ത് സിറ്റുവേഷൻ വന്നാലും ലൈഫിൽ പല ചാലഞ്ചസും വരും. ചാലഞ്ചസ് വരില്ല, എനിക്ക് ലൈഫിൽ എല്ലാം നല്ലത് മതി, എനിക്ക് എപ്പോഴും സന്തോഷം മാത്രം മതി, നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ജീവിതം അങ്ങനെയാണ്. റെഡ് റോസസ് വിരിച്ച ബെഡൊന്നുമല്ല എല്ലാവരുടെ ലൈഫ്. പ്രശ്നങ്ങളും പരിവട്ടങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോ ഇനി മുതല് ഈ ഓവർലി വീക്ക് ആവുന്ന സ്വഭാവം മാറ്റിവെക്കുക. എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ അയ്യോ പാവം എന്നുള്ള ആ ഒരു രീതി മാറ്റിയിട്ട് എന്ത് വന്നാലും, എന്തൊക്കെ തലയ്ക്കും മീതെ വന്നാൽ അതിനും മുകളിൽ തോണി എന്ന് പറഞ്ഞ പോലെ അത്രയും സ്ട്രോങ് ആകാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അതുപോലെ തന്നെ പ്രശ്നങ്ങളെ നമ്മൾ വളരെ ചെറുതായി കാണുക. ആർക്കെങ്കിലും ലൈഫിൽ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ, അയ്യോ എന്റെ ലൈഫിൽ ഭയങ്കര പ്രശ്നം വന്നു, ഇത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ തലയിൽ ഇങ്ങനെ എടുത്തു വെച്ച് പിന്നെ കാണുന്നവരിടത്തും വഴിയെ പോകുന്ന കാക്കയെടുത്ത് വരെ പറയും അല്ലെ, എനിക്ക് ഇങ്ങനെ പ്രശ്നമാണ്. പറന്നു പോകുന്ന കാക്കയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ കാക്കയെടുത്ത് വരെ പറയും എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. കാണുന്നവരിടത്ത് എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന സ്വഭാവം പലർക്കും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നിർത്തണം. ഈ പ്രശ്നങ്ങള് നമ്മൾ അതിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും വർണ്ണിക്കുമ്പോൾ ആ പ്രശ്നം ഇങ്ങനെ വലുതായിക്കൊണ്ട് എന്ത് വന്നാലും അതിനെയൊക്കെ നിസ്സാരമായി കാണുക, വളരെ ചെറുതായി കാണുക, അതിനെയൊക്കെ വിട്ടുകളയുക. വിട്ട് കളയണം തോമാച്ച, അതിനൊന്ന് കൊണ്ട് നടക്കരുത്. ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗ് അല്ലേ. അപ്പോ നമുക്ക് ലൈഫിൽ ഒരു മെന്റർ ഉണ്ടാകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഓരോരുത്തരും അവരോരോട് ചോദിച്ചു നോക്കിയേ, മെന്റർ നിങ്ങൾക്ക് ഉണ്ടോന്ന്. എന്റെ പ്ലാറ്റിനം കുഞ്ഞുങ്ങള് ചിരിക്കുന്നുണ്ട്. അവർക്ക് ലൈഫ് ലോങ് മെന്റർ ഉണ്ട്. ടീച്ചർമ്മ അവരുടെ മെന്റർ ആയിട്ട് കൂടെ ഉണ്ട്. കുറച്ചു മുമ്പ് ഞാൻ ആതിരയുടെ സക്സസ് സ്റ്റോറി ഇട്ടത് നിങ്ങൾ കണ്ടു കാണും. ആതിര കേക്കിന്റെ ക്രിസ്മസ് കേക്കിന്റെ സെയിലിലൂടെ 30,000 രൂപ വേണമെന്നായിരുന്നു 1-to-1 വന്നപ്പോ എന്നോട് പറഞ്ഞ ആഗ്രഹം. നമ്മൾ 30,000 രൂപ കിട്ടാനുള്ള പ്രാക്ടീസ് ചെയ്തു. ഇപ്പോ 50,000 രൂപയിലധികം ആൾക്ക് നേടാൻ കഴിഞ്ഞു എന്നൊരു ഹാപ്പിനെസ് ആണ് ഷെയർ ചെയ്തത്. ഇതുപോലെ നമുക്കൊരു മെന്റർ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്നറിയോ? നമുക്കൊരു കറക്റ്റ് റൂട്ട് മാപ്പിംഗ് തരും. നിങ്ങൾക്ക് ഇപ്പൊ സക്സസ്ഫുൾ ആകാനുള്ള റോഡ് മാപ്പ് അല്ലെങ്കിൽ റൂട്ട് മാപ്പിംഗ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, നിങ്ങൾക്കും സക്സസ് കിട്ടാം. അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്കൊരു പ്രോബ്ലം വന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ മെന്റർ നമ്മുടെ ഹാൻഡ് ഹോൾഡ് ചെയ്യും. എന്തെങ്കിലും ആവശ്യം വരുന്നു ഒന്ന് സംസാരിക്കും, മനസ്സ് അവിടെ ഓക്കെ ആയി. അപ്പോ ഓരോരുത്തരും അവരവരോട് തന്നെ ചോദിക്കുക, എനിക്കൊരു മെന്റർ ഉണ്ടോ? എനിക്കൊരു ലൈഫ് ലോങ് മെന്റർ ഉണ്ടോ? നമുക്കൊരു ലൈഫ് ലോങ് മെന്റർ വേണ്ടത് വളരെ അത്യാവശ്യമാണ്. എത്ര പേർക്ക് ടീച്ചറമ്മയുടെ ലൈഫ് ലോങ് ടീച്ചറമ്മയുടെ മെന്റർഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്? പ്ലാറ്റിനത്തിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു യെസ് എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടുക. ഓക്കെ, അപ്പോ പ്ലാറ്റിനം എന്ന് പറയുന്ന ലൈഫ് ലോങ് മെന്റർഷിപ്പ് ആണ് കേട്ടോ. ഇനി അടുത്തത് സ്റ്റോപ്പ് സീക്കിംഗ് ഹെൽപ്പ്. ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവർ എന്നെ സഹായിക്കണം, ഇവരെന്നെ സഹായിക്കണം, അവരെന്നെ സഹായിക്കണം, എന്റെ ബന്ധുക്കൾ എന്നെ സഹായിക്കണം, ഒരു മനുഷ്യരും എന്നെ സഹായിക്കുന്നില്ല, ആരും സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലരാണെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുമ്പോൾ എന്നെ എല്ലാവരും ഇങ്ങനെ സഹായിക്കണം, എന്റെ ബന്ധുക്കൾ നല്ല നിലയിൽ, അവരെന്നെ സഹായിക്കുന്നില്ല. എന്തിന് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ പോണം? എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ മണി ഫ്രീക്വൻസി ഹൈ അല്ലെങ്കിൽ ആരൊക്കെ സഹായിച്ചാലും നമ്മുടെ അപ്പോഴത്തെ ആവശ്യങ്ങൾ നടന്നു പോകുന്നല്ലാതെ വലിയ പൈസ നമ്മളിലേക്ക് വരില്ല. മണി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടേണ്ടത് ഒന്നല്ല പൈസ എന്ന് പറയുന്നത്. പൈസ നമ്മളിലേക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമ്മൾ അട്രാക്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. ആ സ്കില്ലുകൾ പഠിക്കണം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ മനസ്സിലാക്കി നമ്മൾ പൈസയെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ എന്നെ ഒരു മനുഷ്യരും സഹായിക്കുന്നില്ല, ആരും എന്നെ സഹായിക്കുന്നില്ല എന്ന് പരാതി പറച്ചിലുകൾ നിർത്താം. ഓരോരുത്തരോടും പോയി എന്നെ സഹായിക്കും, എന്നെ സഹായിക്കും, ഇങ്ങനെ മറ്റുള്ളവരുടെ സഹായം സീക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറാതെ. കാര്യം എന്താണെന്നറിയോ? വേറെ ഒന്നും കൊണ്ടല്ല ടീച്ചർമാർ അത് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും സബ് കോൺഷ്യസ് മൈൻഡിന് ഒരുപോലെ പവർ ഉണ്ട് പൈസ ഉണ്ടാക്കാനുള്ള. ചിലരെന്ത് ചെയ്യും?
മണി മേക്കിംഗ് സ്കില്ല് പഠിക്കും, അവർ അവരുടെ ബിസിനസ് തുടങ്ങും, അവർ ജോലിക്കും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും, അവർ പൈസ ഉണ്ടാക്കും. ഈ അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമാണോ? ഒരിക്കലും അല്ല, അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവർ എന്നെ സഹായിക്കണം എന്നുള്ള ഒരു നമ്മുടെ ഒരു ചിന്താഗതി മാറ്റിയിട്ട് എന്തുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് എനിക്ക് സ്വന്തം കാലിൽ നിന്നൂടെ. ഇതിലിരിക്കുന്ന ഓരോ സ്ത്രീകളോടും ടീച്ചറമ്മയ്ക്ക് പറയാനുള്ളത് ഇൻഡിപെൻഡന്റ് ആകണം. ഇതേ നമ്മുടെ സ്വപ്ന മാം ഇരിക്കുന്നുണ്ട്, കാണുമ്പോൾ എനിക്ക് എന്തൊരു അഭിമാനമാണെന്നറിയാം. കോട്ടയത്തുള്ള എന്റെ ഒരു അഭിമാന സ്തംഭമാണ് സ്വപ്ന ദേവ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മയിൽ നിന്ന് ഇന്ന് ആളൊരു സംരംഭകയായിട്ട് സ്വന്തം സ്ഥാപനത്തിലിരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾ എന്തായി മാറണം. നിങ്ങൾ എനിക്ക് ഓരോ ജില്ലകളിലും ഓരോ അഭിമാന സ്തംഭങ്ങളുണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് സ്വന്തം കാലിൽ നിൽക്കണം. എപ്പോഴും ഇങ്ങനെ ഹസ്ബൻഡിന്റെ അടുത്ത് എനിക്ക് അതിനൊരു 10 രൂപ തരൂ, ഒരു 100 രൂപ തരൂ ചോദിക്കാൻ പോലും. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്, നമുക്ക് ഹസ്ബൻഡിനെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചു കൊടുക്കാനും നമ്മളുടെ ശരിക്കും പറഞ്ഞ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഭയങ്കര പവറാണ്. നമുക്ക് എല്ലാവരും നമ്മൾക്ക് വാല്യൂ തരും, റെസ്പെക്ട് തരും. എല്ലാവർക്കും ആ സൗഭാഗ്യങ്ങൾ അനുഭവിക്കേണ്ട. അപ്പൊ ജോലി ഇല്ലാത്തവരെന്ത് ചെയ്യുക? ജോലി കണ്ടെത്തുക, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. പലരും പറയും എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം നമുക്കറിയില്ല. കറക്റ്റ് ആയിട്ട് ഓരോരുത്തർക്കും ടീച്ചറമ്മയ്ക്ക് പറഞ്ഞുതരാൻ പറ്റും. നിങ്ങൾ ഇന്നത് ചെയ്യുക. കാര്യം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജോലിക്ക് ജോയിൻ ചെയ്യുക, എന്തെങ്കിലും ഒക്കെ ചെയ്ത് സ്വന്തമായിട്ട് നമ്മളൊരു വരുമാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. സെൽഫ് ഡിപ്പെൻഡൻസി വർദ്ധിപ്പിക്കാം. നമ്മൾ നമ്മളിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. ഒരു മനുഷ്യരെയും ഇങ്ങനെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് മെന്റൽ ടഫ്നെസ് വരണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ് സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കണം? നമ്മൾ തന്നെ ആയിരിക്കണം. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ തന്നെ ആയിരിക്കണം. നമ്മൾ തന്നെ നമ്മളെ ഇങ്ങനെ സ്വയം മോട്ടിവേറ്റ് ചെയ്യണം. സുജ നീ അടിപൊളിയാ, സൂപ്പറാ സുജ, നിന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും, നീ മുത്താണ്. ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറണം. അല്ലാതെ അവനവനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യരുത്. നീ എന്തൊരു പഴങ്കഞ്ഞ, നീ എവിടെ പോയാലും ഇങ്ങനെയാണല്ലോ, നിന്നെ കൊണ്ട് എങ്ങും വിജയിക്കാൻ പറ്റും, നീ എന്തിലിറങ്ങിയാലും ദുരിതമാണല്ലോ, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് പറയരുത്. ക്യാൻസൽ ക്യാൻസൽ ക്യാൻസൽ, ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. നമ്മളോട് എപ്പോഴും വളരെ സ്നേഹത്തോടെ സുജ യു ആർ അമേസിങ്, യു ആർ വണ്ടർഫുൾ, യു ആർ സൂപ്പർ, നീ മുത്താണ്, ചക്കരയാണ്, പൊന്നാണ്, നീ എന്തിനിറങ്ങിയാലും വിജയിക്കും, നീ ലക്കിയാണ്, നിന്നെ എല്ലാവർക്കും എന്ത് ഇഷ്ടമാണ്. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മളോട് പറയാനായിട്ട്. അതുപോലെ തന്നെ സെൽഫ് കെയർ നന്നായിട്ട് ചെയ്യണം. നമുക്ക് നല്ല കെയർ കൊടുക്കണം. മാസത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ സെൽഫ് കെയർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. എന്താണ് സെൽഫ് കെയർ ഡേ? ഇപ്പൊ സ്ത്രീകളാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട സ്പാ ചെയ്യാം, മാസത്തിൽ ഒരിക്കൽ ഫേഷ്യൽ ചെയ്യാം, അല്ലെങ്കിൽ പെഡിക്യൂർ, മാനിക്യൂർ, ഹെയർ കട്ട്, ഒരു മസാജ് കൊടുക്കാം. പുരുഷന്മാർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അവർക്ക് ആ ഒരു ദിവസം അവനവന് തന്നെ കെയർ കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. എല്ലാവരും ആ ഒരു സെൽഫ് കെയർ ഡേ സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾ അത് ചെയ്തതിന് ശേഷം ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടണം. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം, ടീച്ചർ ഇന്ന് ഞാൻ സെൽഫ് കെയർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ വീട് നമ്മൾ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാറുണ്ട്, അല്ലെ? അതുപോലെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും സോളാണ്, SOUL, സോൾ, ആത്മാവാണ്, അല്ലെ? നമ്മൾ വസിക്കുന്ന, നമ്മുടെ ആത്മാവ് വസിക്കുന്ന വീടാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തെ എപ്പോഴും നമ്മൾ വളരെ നീറ്റാക്കി വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാം. വീട്ടിൽ നമ്മൾ കച്ചട വേസ്റ്റ് ഒന്നും വാരിയിടത്തില്ല. അതുപോലെ നമ്മുടെ ബോഡിക്കും ഈ കച്ചട സാധനങ്ങൾ കൊടുക്കരുത്. ജങ്ക് ഫുഡ്, അൺനെസസറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും കൊടുത്ത് നമ്മുടെ ബോഡിയെ എന്താക്കരുത്. നമ്മൾ വീട്ടിൽ കച്ചട വാരി ഇടാത്ത പോലെ, വേസ്റ്റ് വാരി ഇടാത്ത പോലെ നമ്മുടെ ശരീരത്തിലേക്കും വേസ്റ്റ് വാരി ഇടരുത്. എപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത് നല്ല ഭക്ഷണമായിരിക്കും. കാര്യം എന്താണ്? നമ്മൾ ഉള്ളിലേക്ക് എന്ത് കൊടുക്കുന്നു അതനുസരിച്ചേ പുറത്തേക്കും വരുള്ളൂ. അതുപോലെ തന്നെയാണ് മെന്റൽ ഡയറ്റ്. മെന്റൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം ഉള്ളിലേക്ക് കൊടുക്കുക. നമ്മളോട് പറയുന്ന കാര്യങ്ങള്, അതുപോലെ തന്നെ നമ്മൾ ചിലരാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കയറി വീഡിയോസ് ഒക്കെ വെറും മോശം വീഡിയോസ് ഒക്കെ കണ്ട് അവരവർക്ക് തന്നെ മോശം ഡയറ്റാ കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കൊടുക്കുന്ന എല്ലാം നെഗറ്റീവാ. അപ്പൊ തന്നെ ഉള്ളിൽ നിന്ന് മോശമല്ലേ വരുള്ളൂ. ചില ആൾക്കാരെ കണ്ടില്ലേ, വാ തുറന്നാൽ അവർ മോശം വാക്കുകൾ പറയുക, മോശം രീതിയിൽ പെരുമാറുക, ചില ബ്ലോഗേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന മോശം വാക്കുകൾ പറഞ്ഞുകൊണ്ട് നടക്കുക. അവരുടെ വിചാരം അതൊക്കെ വലിയ കാര്യമാണ്. ഒരു വീഡിയോസിന്റെ താഴെ പോയി നെഗറ്റീവ് കമന്റ് ഒക്കെ എഴുതി വെക്കുക, മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുക, വേദനിപ്പിക്കുക. ഇതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അകത്തേക്ക് കൊടുക്കുന്നവരാ. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും
പോസിറ്റീവായിട്ടുള്ള നല്ല വീഡിയോസ്, നമുക്ക് ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന നല്ല വീഡിയോസ് കാണുക. നമുക്ക് മനസ്സിലേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ എല്ലാം വളരെ നല്ലതായിരിക്കണം, പോസിറ്റീവ് ആണെന്ന് നിങ്ങൾ ഉറപ്പാക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ടോക്ക് എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കുക. നമ്മുടെ മാനസിക സന്തോഷം നശിപ്പിക്കുന്നവരുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കുക. ഇത് ബോക്സ് വരച്ചിട്ടോണേ. നമ്മുടെ മാനസിക സന്തോഷം നശിപ്പിക്കുന്നവരുമായിട്ടുള്ള ബന്ധം പാടെ ഉപേക്ഷിക്കാം. നിങ്ങൾക്ക് ചില ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ ഉണ്ടാവും, എപ്പോഴും മുള്ളും മുനയും വെച്ച് സംസാരിക്കുക, കുത്തി സംസാരിക്കുക, അല്ലെ? സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ചില സ്ത്രീകളുണ്ട് നമ്മളെങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കും, ആക്കി സംസാരിക്കും, താങ്ങി സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ സക്സസ് കാണുമ്പോ അതില് ഇഷ്ടമല്ലാത്ത, നമ്മളോട് ചിലപ്പം എന്താ പറയാ, നേരിട്ട് അതൊന്നും പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല, അവരുടെ ഉള്ളിൽ ദേഷ്യം വെച്ച് നടക്കുന്നവര്, നമ്മളുടെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് നമ്മളെ പറ്റി നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ മാനസിക സന്തോഷം നശിപ്പിക്കുക, നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബന്ധം ഒഴിവാക്കണം. കാര്യം എന്താണ്? ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സഹകരിക്കുമ്പോൾ ഇവർ നമ്മുടെ മനസ്സിലേക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം റോങ് ഇൻഫർമേഷൻ, അല്ലെ? നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സഹകരിച്ച് നമ്മുടെ ലൈഫും അങ്ങനെയായിരിക്കും. അപ്പൊ നിങ്ങൾ പറയും, ശ്രമ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം അങ്ങനെയാ, ഞാൻ എങ്ങനെ നല്ലവരെ കണ്ടെത്തും? നമ്മുടെ ക്ലാസ്സിലൊക്കെ എന്ന് വെച്ചാൽ ടീച്ചർമ്മ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. കൂടെയുള്ള ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ എപ്പോഴും പോസിറ്റീവ് ഡിസ്കസ് ചെയ്യാൻ ടീച്ചർമ്മ സമ്മതിക്കത്തുള്ളൂ. ഇതുപോലുള്ള നല്ല ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ അംഗമാകുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ പോയി സഹകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്. നമ്മൾ അവരോട് സഹകരിക്കുമ്പോൾ അവർ നമ്മളെ എന്താ പറയാ, നെഗറ്റീവ്ലി നമ്മുടെ മനസ്സ് റീപ്രോഗ്രാം ചെയ്ത് കളയും. ടീച്ചർമ്മ പോസിറ്റീവ്ലി നിങ്ങളുടെ മനസ്സ് റീപ്രോഗ്രാം ചെയ്യത്തില്ല സിൽവറിൽ, ഇവര് നെഗറ്റീവായിട്ട് റീപ്രോഗ്രാം ചെയ്യും. നമ്മുടെ ചിന്തയും അവരുടെ ചിന്തയും ഒരുപോലെ. നമ്മൾ നെഗറ്റീവ് ആകുമ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ് ആളുകളെയും നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇനി നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ അത്രയും തിരക്കിനിടയിലും നമ്മുടെ ഇന്റേണൽ ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും പലരും പറഞ്ഞു ജീവിതത്തിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, പ്രത്യേകിച്ചും ജോലിക്കൊക്കെ പോകുന്നവരും, അവർ ജോലിക്ക് വന്നിട്ട് പിന്നെ അടുത്ത വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് ആകെ സ്ട്രെസ് ആയിരിക്കും. അവർക്ക് ജീവിതം ഒട്ടും ഒരു രസകരമായിട്ട് തോന്നില്ല. നമ്മൾ സമയം കണ്ടെത്തണം, നമുക്ക് ഇന്റേണൽ ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒത്തിരി ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗാർഡനിങ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നതാണ്, പക്ഷെ ജീവിതത്തിൽ തിരക്കിനിടയിൽ എവിടേക്കോ നിങ്ങളത് ഇപ്പൊ ചെയ്യാതിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഗിറ്റാർ വായിക്കാൻ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാൻ അറിയാം, വരയ്ക്കാൻ അറിയാം, ഡാൻസ് ചെയ്യാൻ അറിയാം, പക്ഷെ ജീവിതത്തിലെ തിരക്കിനിടയ്ക്ക് പ്രാരാബ്ധതകൾക്കിടയിൽ എവിടേക്കോ നിങ്ങൾ അത് ചെയ്യാതിരിക്കുന്നുണ്ടാവും. വീണ്ടും അതിനെയൊക്കെ പൊടിതട്ടിയെടുത്ത് നമ്മൾ അതിലേക്കൊക്കെ എത്തണം, എങ്കിലും നമുക്ക് ആ ഒരു ആന്തരിക സന്തോഷം കിട്ടത്തുള്ളൂ. ഓരോരുത്തരും ചാറ്റ് ബോക്സിലേക്ക് ഇട്ടെ എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ പണ്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പൊ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ട് നോക്കട്ടെ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് തിരക്കുകൊണ്ട് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോകുന്ന കാര്യങ്ങൾ. ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കണം. നമ്മൾ ഈ സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി അറിവ് കിട്ടും. ആ അറിവിനെ നമ്മൾ എന്ത് ചെയ്യണം? ലൈഫിൽ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് കംഫർട്ട് സോണിന് പുറത്ത് ചാടുക. നമുക്കറിയാം കംഫർട്ട് സോൺ ഇസ് എ കില്ലിംഗ് സോൺ എന്നാ പറയുന്നത്. ഈ കംഫർട്ട് സോണിനകത്ത് നിന്നാൽ വളരൂല. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ചിലര് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, അവർക്ക് നല്ല കഴിവൊക്കെ ഉണ്ട്, പക്ഷെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഫിയർ ആണ്. അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ, എന്തെങ്കിലും ബിസിനസ് ചെയ്യണം, പറ്റുമോ, ഞാൻ പരാജയപ്പെട്ടു പോയാലോ, ഇങ്ങനെ ചിന്തിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നവരുണ്ട്. കം ഔട്ട് ഓഫ് ദാറ്റ് കംഫർട്ട് സോൺ. ആ കംഫർട്ട് സോൺ പൊട്ടിച്ച് വെളിയിലേക്ക് ഇറങ്ങണം. കാര്യം എന്താണ്? കംഫർട്ട് സോണിന് വെളിയിലാണ് സക്സസ് ഇരിക്കുന്നത്. കംഫർട്ട് സോണിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരാൻ പറ്റില്ല. കംഫർട്ട് സോണിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഫിയർ വരും. അയ്യോ എന്നെ കൊണ്ട് വിജയിക്കാൻ പറ്റുമോ എന്നൊരു ഫിയർ വരും. അതിനെ നമ്മൾ തരണം ചെയ്യാം. അതിനുശേഷം വരുന്നതാണ് ലേണിംഗ് സോൺ. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ആ ലേണിംഗ് സോൺ കഴിഞ്ഞാൽ അടുത്ത വരുന്ന സോണാണ് എന്ത്? ഗ്രോത്ത് സോൺ. നമുക്ക് വളർച്ചയുടെ കാലഘട്ടം. വളർന്നു കഴിഞ്ഞാൽ ഗ്രോയിങ് സോണിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല, നമ്മൾ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കംഫർട്ട് സോൺ പൊട്ടിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കംഫർട്ട് സോൺ മനസ്സിലാക്കാൻ ടീച്ചർ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു. ഞാൻ എന്റെ കംഫർട്ട് സോൺ പൊട്ടിക്കാനും തയ്യാറായിരുന്നില്ല. ഹസ്ബൻഡ് ജോലിയുണ്ട്, എനിക്ക് ജോലിയുണ്ട്, ഇങ്ങനെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ വർക്ക് ചെയ്ത് ഇങ്ങനെ കംഫർട്ട് സോണിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. യൂണിവേഴ്സ് എന്ത് ചെയ്തു? ആ കംഫർട്ട് സോണിനെ ടക്ക് പൊട്ടിച്ചു. ജോലിയില്ല, ഹെൽത്ത് ബ്ലസ്സിംഗ് ആയി, കംഫർട്ട് സോൺ പൊട്ടിതേ നടക്കുന്നു. ഇനി എന്ത് ചെയ്യും? കൊറോണ ടൈം, വേറെ ജോലി കിട്ടത്തില്ല, ഇനി എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്തെങ്കിലും ചെയ്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റൂ, എനിക്ക് ഇങ്ങനെ പറ്റില്ല മുമ്പോട്ട് പോകാൻ.
അപ്പൊ ചിന്തിച്ചു, അവിടെ കംഫർട്ട് സോണിന്, അതായത് നമ്മൾ കരയ്ക്ക് പിടിച്ചിട്ടൊരു മീനിന്റെ അവസ്ഥ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ, തിരിച്ച് വെള്ളത്തിലേക്ക് ചാടിയേ പറ്റൂ. അങ്ങനെ ഒരു വഴി കണ്ടെത്തി, അതുകൊണ്ട് വിജയിച്ചു. ദൈവമായിട്ട് കുത്തിപ്പൊട്ടിക്കാൻ നിങ്ങൾ കാത്തിരിക്കല്ലേ, നിങ്ങൾ തന്നെ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്ത് ചാടണം. നമ്മൾ ഇങ്ങനെ ഒന്നിനും ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. ജോലിക്ക് പോകണമെങ്കിൽ പോകണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ചെയ്യണം. എന്റെ ഹസ്ബൻഡ് സപ്പോർട്ടീവ് അല്ല, ഇൻലോസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് ജീവിതത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ഒരു സമയം എത്തുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും, നമ്മൾ വയലന്റ് ആവും, ഡിസ്ട്രാക്ട് ആവും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ വരുന്ന ചാലഞ്ചസിനെ ധൈര്യപൂർവ്വം നേരിടുക. എല്ലാവരുടെ ലൈഫിൽ ചാലഞ്ചസ് ഉണ്ട്. ചാലഞ്ചസ് ഇല്ലാത്ത ജീവിതം ആർക്കും ഇല്ല, എല്ലാവർക്കും ഉണ്ട്. ശരിയല്ലേ? ഈ ഇരിക്കുന്നതിൽ എല്ലാവർക്കും ഇല്ല ചാലഞ്ചസ്? ഉണ്ടെന്നുള്ളവർ യെസ് എന്നിടും. എല്ലാവരുടെ ലൈഫിലേക്ക് ഓരോ വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ വരും. അപ്പൊ ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് എപ്പോഴും ഇമ്പോർട്ടന്റ്. അപ്പൊ കംഫോർട്ട് സോൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ലീഡ് ടു സ്റ്റാഗ്നന്റ് ലൈഫ്. അത് നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒഴുക്ക് നിലച്ച് നമ്മൾ ഇങ്ങനെ സ്ഥിരതയോടെ നിന്ന് പോകും. പക്ഷെ ഈ കംഫർട്ട് സോണിനെ പൊട്ടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ വെറൈറ്റിയും അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റും ഒക്കെ വരാൻ തുടങ്ങും. കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്ത് ചാടണം. അതിനകത്ത് കംഫർട്ട് സോൺ പൊട്ടിക്കാത്ത ഒരുപാട് പേര് ഇരിപ്പുണ്ട്, ഒരുപാട് കഴിവുണ്ട്. ചിലർക്കാണെങ്കിൽ അത്ര എഡ്യൂക്കേഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് നല്ല സ്കില്ല് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ത്വര ഉണ്ടാവും മനസ്സിനുള്ളില്. പക്ഷെ എന്താണ്, ആ ഒരു കംഫർട്ട് സോൺ പൊട്ടിക്കാൻ പേടി, ആ ഒരു ഫിയറും കൊണ്ടിരുന്നാൽ നടക്കില്ല. ഇറങ്ങണം. വിജയിക്കണമെങ്കിൽ നമ്മൾ ആക്ഷൻ എടുത്തേ നമുക്ക് വിജയിക്കാൻ പറ്റും. ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക. ലേൺ എ ന്യൂ സ്കിൽ എവറി ഡേ. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? പുതിയ പുതിയ സ്കില്ലുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ലൈഫിലേക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോ ചില ആൾക്കാർ നമ്മൾ കാണും ഭയങ്കരമായിട്ട് ഓവറായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യാതെ എല്ലാത്തിനെയും വളരെ കാമായിട്ട്, ഇനി എപ്പോഴും ഓർക്കണം, എന്തെങ്കിലും സാഹചര്യം വരും പൊട്ടിത്തെറിച്ച് വീട്ടിൽ കിടന്ന് ബഹളം വെക്കാതെ വളരെ കാമായിട്ട് നമ്മൾ അതിനെ നേരിടാനായിട്ട് ശ്രമിക്കാം. എന്ത് വന്നാലും നമ്മൾ അതിനെ വളരെ ക്ഷമയോടെ ശാന്തതയോടെ നേരിടാനായിട്ട് ശ്രമിക്കും. നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. വളരണം, വിജയിക്കണം. എന്ത് വന്നാലും ഞാൻ വിജയിച്ചേ അടങ്ങൂ എന്ന് മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും തളരാൻ പറ്റില്ല. തളരുമ്പോഴേ അവരെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഒരു ഉള്ളിൽ നിന്നൊരു ഒരു സ്റ്റാർട്ട് വരും, നമുക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരും. അതിനെ നമ്മൾ നിരന്തരമായിട്ട് ആ ഒരു എനർജിയെ നമ്മൾ നിർത്തണം. ഉള്ളിൽ നമുക്ക് അത്രയും ഒരു ത്വര വേണം, വളരണം, വിജയിക്കണമെന്ന്. എന്ത് പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും പ്രശ്നങ്ങളിൽ നിന്നും ബൗൺസ് ബാക്ക് ചെയ്യണം. ഒരു റബ്ബർ പന്ത് കുതിക്കുന്ന പോലെ കുതിച്ച് പൊന്തണം നിങ്ങൾ. അവിടെ കിടക്കരുത്. പലരും വിചാരിക്കും ആ പ്രശ്നം വന്നു, അതിനകത്ത് ഇങ്ങനെ കിടക്കാൻ നല്ല രസമാണ്. അങ്ങനെ ആ പ്രശ്നങ്ങളിൽ കിടക്കാതെ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്ത്, ആ ബൗൺസ് ബാക്ക് ചെയ്തിട്ടുള്ളവരെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ബൗൺസ് ബാക്ക് ചെയ്യുക, തിരിച്ചു വരിക, തിരിച്ച് വീണ്ടും ആ ഒരു വിജയത്തിന്റെ പാതയിലേക്ക് നമ്മൾ വരണം. അതിന് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകേണ്ടത് വളരെയധികം അത്യാവശ്യം. വിജയിക്കണമെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ വേണം, ഒരു ഡെയിലി റുട്ടീൻ വേണം. എത്ര പേർക്കുണ്ട് കറക്റ്റ് ഒരു മീ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? മീ ടൈം. നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സമയം. ഇപ്പൊ ടീച്ചർ അമ്മയ്ക്കും എന്റെ പ്ലാറ്റിനം ഫാമിലിക്കൊക്കെ ഒരു മീ ടൈം ഉണ്ട്, നമ്മുടെ $1 million മോർണിംഗ് റൊട്ടീൻ അല്ലെ. രാവിലെ തന്നെ മെഡിറ്റേഷൻ, യോഗ പ്രാക്ടീസുകൾ ഇതെല്ലാം ചെയ്യിച്ച് നമ്മളുടേതായ ഒരു സമയം നമുക്ക് വേണ്ടി നമ്മൾ ഒരു ദിവസത്തിൽ കൊടുക്കുന്ന ടൈമാണ് രാവിലെ എഴുന്നേറ്റാൽ ഉടനെയുള്ള ആ ഒരു സമയം. അപ്പൊ ആ മീ ടൈം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ നോക്കാം. ഡെയിലി നിങ്ങൾ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണം. നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൂടണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണം. പലരും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഡെയിലി മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നല്ല മൈൻഡ് സ്ട്രോങ് ആക്കിയിരിക്കും. ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യും? ക്ലാസ് നിർത്തും. പിന്നെ മെഡിറ്റേഷൻ വല്ലപ്പോഴും ചെയ്യും, ഇടയ്ക്ക് ചെയ്യത്തില്ല. എന്തെങ്കിലുമൊക്കെ സാഹചര്യം വരും, മുടങ്ങിപ്പോവും. അങ്ങനെ പോയി അങ്ങ് പോകും. വല്ലപ്പോഴും ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? മെഡിറ്റേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്യണം. യോഗയോ അല്ലെങ്കിൽ എക്സസൈസോ എന്തെങ്കിലും ഡെയിലി ചെയ്യണം. അപ്പൊ പലർക്കും യോഗയൊക്കെ ചെയ്തു തുടങ്ങും, കുറച്ച് ദിവസം ചെയ്യുമ്പോൾ നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരെ കണ്ടില്ലേ, കുറച്ച് ദിവസം ജിമ്മിൽ പോയി ഭയങ്കര ഇതായിരിക്കും, പിന്നെ അവിടെ ഇവിടെയൊക്കെ വേദന എടുക്കുമ്പോൾ പതുക്കെ അങ്ങ് നിർത്തും. മാക്സിമം പേരും അങ്ങനെയാണ്. നമ്മൾ കൺസിസ്റ്റൻസിയോടുകൂടി നിരന്തരം പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ സിൽവർ ക്ലാസ്സിലാണെങ്കിൽ ടീച്ചർമാർ നിങ്ങളെ പിടിച്ചിരുത്തി എല്ലാ ദിവസവും എന്റെ കൂടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കുമ്പോൾ എല്ലാവരും ചെയ്ത് പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു പുതിയ വ്യക്തിയായി മാറും. ഓരോ സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യമുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തൊരു പുതിയ വ്യക്തിയായിരിക്കും, ഒരുപാട് മാറ്റങ്ങൾ വന്നു, അവര് പോലും അറിയാത്ത കാര്യം വെച്ചാൽ നമ്മളെ ഒരാളെ ചെയ്യിക്കാൻ വേണം. ശരിയല്ലേ?
നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മൾ ചെയ്യത്തില്ല. അപ്പൊ നമ്മളെ ആരെങ്കിലും ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് ഉന്തിത്തള്ളി മക്കളെ ഇത് ചെയ്യും, നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാം, അങ്ങനെ നമ്മളെ ഉന്തിത്തള്ളാൻ ഒരാൾ വേണം. നിങ്ങൾക്ക് അങ്ങനെ ഉന്തിത്തള്ളാൻ ഒരാളുണ്ടോ എന്ന് നിങ്ങൾ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ടഫ്നെസ് കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി. എന്തിനോടും ഏതിനോടും നന്ദി ഉണ്ടായിരിക്കുക, നന്ദിയോടെ ജീവിക്കുക. പലരും പറയും, ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ കേട്ട് കേട്ട് മടുത്തു, ഇതൊക്കെ എത്ര പ്രാവശ്യം കേട്ടത്. ശരി, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നമ്മൾ? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മുടെ മെഗാമീറ്റപ്പ് ഗ്രൂപ്പിൽ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് ടീച്ചർമാരുടെ വീഡിയോ എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് 28 ഡേയ്സ് കഴിയുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഇത് രസമല്ലേ പ്രാക്ടീസ് ചെയ്യാൻ? അതിനകത്തൊരു മാജിക് ഡസ്റ്റ് ആക്ടിവിറ്റി ഒക്കെ ഇല്ലേ? നമ്മൾ ആ മാജിക് ഡസ്റ്റ് കുടയുമ്പോൾ ആ വ്യക്തിയുടെ ലൈഫ് പോസിറ്റീവായി മാറുന്ന പോലെ ഈ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവരുടെയും മുകളിൽ ടീച്ചർമാർ മാജിക് ഡസ്റ്റ് കുടയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കട്ടെ കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾ മാജിക് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എപ്പോഴും നന്ദിയോടെ ജീവിക്കുക. ഈ നന്ദി ഉണ്ടെങ്കിലേ നമുക്ക് കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഡെയിലി ഒരു 10 മിനിറ്റ് നിങ്ങൾ വാക്കിംഗ് ചെയ്യണം. പലരും പറയാം നമുക്ക് സമയം, നമ്മൾ ഭയങ്കര തിരക്കാണ്, നീട്ടി വെക്കരുത്, എല്ലാ ദിവസവും ചെയ്യണം. അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് വാക്കും കൂടെ ആയാൽ രണ്ടും നടക്കും, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കാം. നമുക്ക് ശാരീരികമായിട്ട് ആ ഒരു ഫിസിക്കൽ ആക്റ്റീവ്നെസ് ഉണ്ടെങ്കിൽ അത് മനസ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിന് ആ ഒരു മെന്റൽ ടഫ്നെസ് വരണമെങ്കിൽ നമ്മൾ മൈൻഡിനെ സ്ട്രോങ് ആക്കി വെക്കുക. അതുപോലെ തന്നെ ഫിസിക്കലിയും നമ്മൾ ആക്റ്റീവ് ആയിരിക്കാം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. നിങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ് സഹകരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്. നിങ്ങളെ വളരാൻ സഹായിക്കുന്ന, വിജയിക്കാൻ സഹായിക്കുന്ന, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെൽ ഡൺ, സൂപ്പർ, നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന നല്ല വ്യക്തികളുമായിട്ടാണോ നിങ്ങൾ സഹകരിക്കുന്നത്? ചാറ്റ് ബോക്സിലേക്ക് ഇടൂ, യെസ് എങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ എങ്കിൽ നോ. നോ ആണെങ്കിൽ മാറി നിൽക്കൂ. പലരും പറയും ടീച്ചർ അങ്ങനെ മാറി എനിക്ക് എല്ലാവരെയും ഒന്നും മാറി നിൽക്കേണ്ടി വരും, ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പറയും സൂപ്പർ. കാര്യം എന്നാ, എന്റെ ലൈഫിലും എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും, സുജോ നിനക്ക് പറ്റും എന്ന് പറഞ്ഞ് കൂടെ നിൽക്കാനൊന്നും ആരുമില്ല. 1-2 പേര് തെന്നിയോ തെറിച്ചുണ്ട്, അല്ലാണ്ട് ബാക്കി എല്ലാവരും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരാ. അപ്പോ നമുക്ക് ഈ ഒരു ക്രിറ്റിസിസം കേൾക്കുമ്പോൾ ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇൻസൾട്ടുകളാണ് മുരളി ശരിയായ ഇൻസ്പിറേഷൻ. നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും, വിമർശിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിനെയൊക്കെ നമുക്ക് വളരാനുള്ള ആ ഒരു എനർജി ആയിട്ട് എടുക്കുക, എന്നിട്ട് നമ്മൾ വളരുക. അപ്പോ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കണം. എന്ത് മോശം സാഹചര്യമാണെങ്കിലും, ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് വളരണം എന്നുള്ള ആ അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അത് നമ്മുടെ ഓരോ സെല്ലുകളിലേക്ക് ഇങ്ങനെ അരിച്ചിറങ്ങണം. എനിക്ക് വിജയിക്കണം, വിജയിക്കണം, വിജയിച്ചേ പറ്റൂ, ഞാൻ വിജയിച്ചിരിക്കും. നമ്മളെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ, വിഷമിപ്പിച്ചവരുടെ ഒക്കെ മുമ്പിൽ ഞാൻ വിജയിച്ച് കാണിക്കുന്നുള്ള ആ ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ എനർജി ഡ്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഭയങ്കരമായിട്ട് നമ്മുടെ എനർജി കെടുത്തുന്നത് അറിയാം. ചില ആൾക്കാരുടെ ഒക്കെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്ന് തോന്നുന്നു, അല്ലെ? ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര നെഗറ്റീവ് എനർജി അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. നമുക്ക് ഒരുപാട് ബന്ധുക്കളും ഒരുപാട് ആൾക്കാരും ഉണ്ടായിട്ട് കാര്യമില്ല. ക്വാളിറ്റി ഉള്ള 4-5 പേരുള്ള, അല്ലെങ്കിൽ 10 പേരേ ഉള്ളൂ, മതി. ക്വാളിറ്റി ഉള്ള, നമ്മളെ സപ്പോർട്ട് ചെയ്ത് നല്ല ആൾക്കാരുമായിട്ട് നമ്മൾ സഹകരിക്കാം. സ്പെൻഡ് ടൈം വിത്ത് സപ്പോർട്ടീവ് പീപ്പിൾ. അതുപോലെ തന്നെ സ്പെൻഡ് ടൈം വിത്ത് നേച്ചർ. നമ്മുടെ പോസിറ്റിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു കാര്യമാണ് നമ്മൾ നേച്ചറിൽ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, പ്രകൃതിയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിന് നല്ല സന്തോഷവും നല്ലൊരു പോസിറ്റീവ് എനർജിയും ഒക്കെ തരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട്, അതെല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പലരും പറയും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന, സെറ്റ് ഗോൾസ്, ക്ലിയർ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ വേണം. ലക്ഷ്യങ്ങളുള്ളവർക്ക് അതും ഇതും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാനായിട്ട് സമയം ഉണ്ടാവില്ല. അവരുടെ ഫോക്കസ് മുഴുവൻ എന്തിലേക്കായിരിക്കും? അവരുടെ ലക്ഷ്യങ്ങളിലേക്കായിരിക്കും. അപ്പം ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ നമുക്കൊരു ഡിസിപ്ലിൻഡ് ലൈഫ് ഉണ്ടാകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അങ്ങനെ നമ്മളൊരു ഡിസിപ്ലിൻഡ് ലൈഫിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചലഞ്ചസ് നമ്മുടെ ലൈഫിലേക്ക് വരും. അത് എല്ലാവർക്കും വരും. ദൈവം ഇങ്ങനെ ഇട്ട് തരും, പരീക്ഷിക്കും നമ്മളെ. നമ്മൾ ആ ചലഞ്ചസിനെ നേരിടുമോ എന്നറിയാം. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണം വരുമ്പോ, അയ്യോ എന്റെ ലൈഫിൽ പരീക്ഷണം വന്ന് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂലേ എന്ന് പറഞ്ഞ് തളർന്നിരിക്കാതെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ബൗൺസ് ബാക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ലൈഫിൽ ഉണ്ടാകുന്ന ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ, ഉയർച്ചയും താഴ്ചയും, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിനെ രസകരമാക്കുന്നത്. ലൈഫിൽ ചില സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പി ആകുന്ന സിറ്റുവേഷൻ ആയിരിക്കും, ചില സമയത്ത് ഡൗൺ ആകുന്ന സാഹചര്യങ്ങൾ വരും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്, ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പൊ ഈ അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ലൈഫിനെ രസകരമാക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ അതിൻ്റെതായ സെൻസിൽ എടുക്കുക. ലൈഫിൽ ഒരു സന്തോഷം വരുമ്പോൾ അങ്ങേ അറ്റത്ത് പോയിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എനിക്ക് താഴെ വന്ന് വീഴാതെ
അപ്പൊ നമ്മൾ ഓർക്കുക ഇതൊക്കെ പാർട്ട് ഓഫ് ലൈഫാണ്, ജീവിതത്തിന്റെ ഭാഗമാണ്, ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവും. എന്നും നമ്മളിങ്ങനെ സന്തോഷം മാത്രമല്ല, ലൈഫ് ഇങ്ങനെ നമുക്ക് പല പരീക്ഷണങ്ങളും തന്നുകൊണ്ടിരിക്കും. ഇത് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടെന്നുള്ളൊരു ഫാക്ട് നമ്മൾ മനസ്സിലാക്കാം. അപ്പോ ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്, അവർ ആ പ്രശ്നങ്ങൾ വരുമ്പോഴും അവരുടെ മെന്റല്, അവര് മൈൻഡിനെ നല്ല സ്ട്രോങ് ആക്കി വെച്ചിട്ട് അവരെന്ത് ചെയ്യും, അതിനെ സന്തോഷപൂർവ്വം പോസിറ്റീവായിട്ട് അവരതിനെ ഫേസ് ചെയ്യും. അല്ലാണ്ട് പ്രശ്നം വരുമ്പോൾ നെഗറ്റീവ് അടിച്ച് താഴ്ന്നു പോയി ഡിപ്രഷനിലേക്കും പ്രശ്നങ്ങളിലേക്കും നമ്മൾ പോകാതിരിക്കാം. ഞാൻ പറയും എൻജോയ് ചാലഞ്ചസ്. നിങ്ങളുടെ ലൈഫിൽ ചാലഞ്ചസ് വരുമ്പോഴേ നിങ്ങൾ വളരത്തുള്ളൂ. ചാലഞ്ചസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വളരത്തില്ല. അതുപോലെ തന്നെ ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാകണം. പലർക്കും പേടിയാണ്, അയ്യോ എന്റെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കംഫോർട്ട് സോണിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫിയർ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യണം, തീർച്ചയായിട്ടും ഫിയർ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ധൈര്യപൂർവ്വം ഇറങ്ങിക്കൂടി. ഇപ്പൊ തെറ്റിപ്പോ അത്രയല്ലേ ഉള്ളൂ, ചെയ്യാം. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. പിന്നെ നമ്മൾ സക്സസിലേക്ക് പോകും. അങ്ങനെ ഓരോ കാര്യം, ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ പേടിയാ. ആ ഒരു പേടിയും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കും. ആ പേടിയെ മറികടക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ വീക്ക്നെസ്സിൽ വർക്ക് ചെയ്യാം. എല്ലാവരും എഴുതി വെച്ചോ, വർക്ക് ഓൺ യുവർ വീക്ക്നെസ്. നിങ്ങളുടെ വീക്ക്നെസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. പലർക്കും പലതായിരിക്കും അവരുടെ വീക്ക്നെസ് ഏരിയ. ചിലർക്ക് ഭയങ്കര ദേഷ്യം വരുന്ന സ്വഭാവമായിരിക്കും, ചിലർ ഭയങ്കരമായി ഡൗൺ ആകുന്ന സ്വഭാവമായിരിക്കും, ചിലർക്ക് പല കാര്യങ്ങളോടും പേടിയായിരിക്കും, ചിലർക്ക് ഹെൽത്ത് വൈസ് വളരെ വീക്കായിരിക്കും, മണി ഏരിയയിൽ വീക്കായിരിക്കും, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വീക്കായിരിക്കും. എന്താണോ നിങ്ങളുടെ വീക്ക്നെസ് ഏരിയ, അതിനെ വർക്ക് ചെയ്ത് സ്ട്രോങ് ആക്കുക. നമ്മുടെ വീക്ക്നെസ്സിനെ കൂടെ നമ്മുടെ സ്ട്രെങ്ത് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയാവും. ഓക്കെ, അപ്പോ നമ്മളെ ഫൈൻഡ് പീപ്പിൾ ഹു പുഷ് യുവർ ലിമിറ്റ്സ്. നിങ്ങളുടെ ലിമിറ്റ്സിന് അപ്പുറത്തേക്ക് പോകാൻ നിങ്ങളെ ഇങ്ങനെ സഹായിക്കുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടെത്തുക. അവിടേക്കാണ് നമുക്കൊരു മെന്ററുടെ, ഒരു ഗുരുവിന്റെ, ഒരു കോച്ചിന്റെ ഒക്കെ സഹായം എപ്പോഴും വേണ്ടത്. അതും ലൈഫ് ലോങ് ഒക്കെ നമുക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ അത് സൂപ്പർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു സഹായം എടുക്കുക. നമ്മളെ ഇങ്ങനെ കോച്ച് ചെയ്ത് നമ്മൾ സ്വയം ചെയ്യുമ്പോൾ, നമ്മൾ 2 ദിവസം ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് മടുപ്പ് വരും. എല്ലാ മനുഷ്യർക്കും അങ്ങനെ, 99% ആൾക്കാർക്കും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ 1% ആളുകൾ മാത്രമാണ് സൂപ്പർ സക്സസ്ഫുൾ ആകുന്നത്. ബാക്കി 99% ആളുകളും സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ടാ, അവരെങ്ങനെ ആരെങ്കിലും ഒന്ന് ഉന്തിത്തള്ളണം. അങ്ങനെ നമുക്ക് ഉന്തിത്തള്ളാൻ ഒരാള് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡോണ്ട് ഗിവ് അപ്പ്. ഒരു കാരണവശാലും വിട്ട് കളയരുത്. എന്തൊക്കെ വന്നാലും ഞാൻ എന്റെ ലക്ഷ്യങ്ങൾ നേടിയേ അടങ്ങൂ എന്ന് മനസ്സിൽ എപ്പോഴും തീരുമാനിക്കാം. നിങ്ങളുടെ വിൽ പവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന് നമ്മുടെ ഉള്ളിൽ ആ വിജയിക്കണം എന്നുള്ള ബേണിംഗ് ഡിസയർ, അടങ്ങാത്ത ആഗ്രഹം വേണം. എനിക്ക് വിജയിക്കണം, ഞാനത് നേടും, എന്റെ ലക്ഷ്യം ഞാൻ നേടുക തന്നെ ചെയ്യും. നിങ്ങളുടെ കൺമുന്നിൽ നിൽക്കണം നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ എന്ത് ആക്ഷൻ എടുക്കാനും തയ്യാറാകണം. അങ്ങനെ ആകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മളെ ടച്ച് ചെയ്യില്ല. നമ്മുടെ ഫോക്കസ് മുഴുവൻ അതിലേക്ക് പോകും, നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്യും, നമ്മൾ വിജയിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ. ഇനി ആർക്കെങ്കിലും ടീച്ചർമാരുടെ ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ഓപ്ഷൻ ഇടാം.